വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇൻ്റർനാഷണൽ ട്രിപ്പ്. അപ്പോൾ അത് പ്ലാൻ ചെയ്ത പോലെ ഇന്ന് നമ്മൾ അവിടത്തേക്ക് പോകാൻ പോവാണ്. നമ്മൾ പോകുന്ന പ്ലേസ് വന്നിട്ട് ജോർജിയ. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാനും ദിദുവും ഹസ്ബൻഡാണെങ്കിലും നമ്മളെ ഫസ്റ്റ് ട്രിപ്പല്ലേ. അതുപോലെ തന്നെ ഈ ട്രിപ്പ് നമുക്ക് സ്വയം നമ്മൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് പോകും. അതാകുമ്പോൾ കുറച്ചും കൂടി ചീപ്പസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇന്ന് പോകുന്നത് ട്രാവൽ ഏജൻസി ത്രൂ ആണ് കേട്ടോ. ഒന്നാമത്തെ റീസൺ വെച്ചാൽ നമ്മളെ ഫസ്റ്റ് ട്രിപ്പാണ്, രണ്ടാമത് ദിദു ഉള്ളതുകൊണ്ട് റിസ്ക് എടുക്കേണ്ട വെച്ചു. പിന്നെ ഫസ്റ്റ് ടൈം അല്ലേ, അപ്പം എങ്ങനെയായിരിക്കും എന്തായിരിക്കും അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഈ ഒരു പാക്കേജിൽ നമുക്ക് വരുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ സിം ഇൻക്ലൂഡാണ്. പിന്നെ വരുന്നത് ഗൈഡ്. ഇത് 4 ഒരു പാക്കേജാണ് കേട്ടോ. പിന്നെ എക്സ്ട്രാ ഫുഡും അതുപോലെ തന്നെ അഡ്വെഞ്ചറസ് ആക്ടിവിറ്റീസിനാണ് നമുക്ക് എക്സ്ട്രാ എമൗണ്ട് വരുന്നത്. ഈ ഒരു ഫ്ലൈറ്റ് വന്നിട്ട് അബുദാബിന്നാണ് കേട്ടോ. ദുബായിന് കുറച്ചും കൂടി എക്സ്പെൻസീവാണ്, അതുകൊണ്ട് അബുദാബിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് യാത്ര തുടങ്ങാം. ഇവിടെ നിന്ന് നമുക്ക് ജഫലിയ ബസ് സ്റ്റേഷനിലാണ് ഇനി പോകേണ്ടത് ദുബായിലോട്ട്. അവിടെ നിന്ന് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഈ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട് വലിയ എയർപോർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ തന്നെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ബസ്. അത് കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് തോന്നി. അതുകൊണ്ട് നമുക്ക് യാത്ര ഇവിടെ വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് ജഫലിയ ബസ് സ്റ്റേഷനിൽ വെച്ചിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ അൽജഫലിയ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ടൈം ഏകദേശം 4 o'clock ആയിട്ടുണ്ട്. നമ്മളെ റൂമിൽ നിന്ന് ഏകദേശം 45 minutes ഉണ്ട് കേട്ടോ ഇവിടത്തേക്ക്. അപ്പം നമ്മളെ ഫ്രണ്ട്സാണ് ഇവിടെ ഡ്രോപ്പ് ചെയ്തത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്കൊരു കാർഡ് എടുക്കണം. ഇവിടെ ഉള്ളവർക്ക് അറിയാം, അല്ലാത്തവർക്കാട്ടോ ഞാൻ പറയുന്നത്. നോൾ കാർഡ് എന്ന് പറയും. ഈ കാർഡ് എടുത്തിട്ട് നമ്മൾ റീചാർജ് ചെയ്യണം. എന്നിട്ടാണ് ബസ്സിലാണെങ്കിലും മെട്രോയിലാണെങ്കിലും നമ്മൾ ഈ കാർഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇതാണ് കേട്ടോ ആ കാർഡ്. അപ്പോൾ ഇത് നമ്മളിനി ബസ് കയറുമ്പോൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ദിദുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഒരു ഭയങ്കര കളിയാണ് ഇവർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവർ നമ്മളിവിടെ കൊണ്ടാക്കാൻ വന്നതാണ്. പക്ഷെ ഇപ്പം ഭയങ്കര കരച്ചിലേനു ആള്. അടുത്ത ഇതാണ് നമ്മളെ ബസ്. ഏകദേശം ഒരു 4:30 ആകുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങും. എന്നിട്ട് ഒരു 6:30 നമ്മൾ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ റീച്ച് ആവുന്നതായിരിക്കും കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. ഫസ്റ്റ് നമ്മൾ ബസ്സിൽ, പിന്നെ ഫ്ലൈറ്റിൽ, പിന്നെ കാറിൽ. ഓക്കെ, ബസ്സിൽ വരുന്നുണ്ടോ? അതെയാ? ആ ഓക്കെ. ബസ്സിൽ കൊണ്ടാക്കാൻ വന്നത് അല്ലേ ദിദുവിന്റെ ഫ്രണ്ട്. ഇതെന്താ കഴിക്കുന്നേ? സ്ട്രോബെറി. ഇഷ്ടാ? യമ്മി. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി കേട്ടോ. അപ്പോൾ 6:30 ആകുമ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മളെ ഫ്ലൈറ്റ് 9:30 അപ്പോൾ 3 hours മുന്നേ എത്തണമല്ലോ. അപ്പോൾ ഓൺ ടൈമാണ്. ഇനി നമുക്ക് ചെക്ക് ഇനൊക്കെ ചെയ്ത് ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം ഒന്ന് ലോഞ്ചിൽ കയറാം. ഒരു 1/2 hour ഉണ്ടാകുമ്പോൾ ഗേറ്റിൽ പോയാൽ മതിയാവും. കാരണം അതുവരെ നമുക്ക് അത്രയും സമയമുണ്ടല്ലോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അതുകൊണ്ട് ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് എവിടെയാണ് എന്തൊക്കെയെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു ചെക്കിനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് ബോർഡിംഗ് പാസ് കിട്ടിയതിന് ഏകദേശം 2.5 മണിക്കൂർ ടൈമുണ്ട്. നമ്മൾ ലോഞ്ചിൽ കയറാമെന്ന് വെച്ചു. ലോഞ്ച് എന്ന് പറയുന്നത് മിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും, അല്ലാത്തവർക്ക് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മളടുത്ത് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഫ്രീ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോണിൽ ലോഞ്ച് കീ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് QR കോഡ് ഒന്ന് അവിടെ കാണിച്ചാൽ മതി. അവർ സ്കാൻ ചെയ്താൽ നമുക്ക് ഫ്രീ ആയിട്ട് ലോഞ്ചിൽ കയറാൻ പറ്റും. ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം നമുക്ക് 4 hours വരെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഫ്രീ ഫുഡാണ്, കുട്ടികൾക്ക് പ്ലേ ഏരിയ ഉണ്ട്, റെസ്റ്റ് റൂംസ് ഉണ്ട്. സോ നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മളിവിടെ കയറാൻ പോകുന്ന കേട്ടോ. ഇനി ഗേറ്റ് ഓപ്പൺ ആവാൻ ഒരു 1/2 hour ഉണ്ടാകുമ്പോൾ നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ നമുക്ക് ലോഞ്ചിൽ കയറിയാലോ.
ദിദുന ഓക്കെ ദിദുന് പാസ്ത നൂഡിൽസ് പോലും വേണ്ട നൂലാണ് കേട്ടോ ഉള്ളത്. ദിദു ഫുഡ് കഴിക്കാം. എന്തൊക്കെ ദിദു? പാസ്ത രണ്ട് ടൈപ്പ് പാസ്ത ഉണ്ട്. ഇതെന്താണ്? ഇതെന്തോ ഡെസേർട്ടാണ്. ഓക്കെ കഴിച്ചാൽ ഇത് ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? നല്ലില്ല ഇഷ്ടമില്ല. നോക്കട്ടെ, ഞാനൊന്ന് കഴിച്ച് നോക്കാം. അതെന്താ ടേസ്റ്റ് ഇല്ലാത്ത? വേറെ തന്നെ എന്തോ ഫ്ലേവറാണ്, അതുകൊണ്ടായിരിക്കാം. ഇതെന്താ? ഇത് നല്ല എൻ്റെ ഇതിൻ്റെ ഇഷ്ടം. നല്ലല്ലേ? നല്ലുണ്ട്, സൂപ്പർ. ഇതൊന്ന് നോക്കിയാം. ഇത് ഡെസേർട്ട് അല്ല കേട്ടോ, റെഡ് ടോസ്റ്റ് എന്തോ ആണ്. ദിദു ചീസ് എടുക്ക വേണ്ട. ലോഞ്ചിന്ന് അവിടെ തിരക്കുണ്ട് കേട്ടോ. പിന്നെ ക്യാമറ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഹൈദരാബാദി ബിരിയാണി, ലെമൺ ചിക്കനാണ്. ടേസ്റ്റ് എങ്ങനെ അറിയില്ല. പാസ്തയും ഇതുപോലെ കേക്ക് എടുത്തിട്ടുണ്ട്. ഈ പാസ്താക്ക് ഇഷ്ടമായില്ല. ഇതൊക്കെയാണ്. ഇനി നമുക്കിത് കഴിക്കാം. ചിക്കൻ ബിരിയാണി ടേസ്റ്റ് നോക്കാം കേട്ടോ. ഞാൻ ലാസ്റ്റ് ടൈം ലോഞ്ചിന് ചിക്കൻ ബിരിയാണി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ദുബായിന്ന്. ഇതിപ്പോൾ അബുദാബി ഫസ്റ്റ് ടൈമാണ്. വേണ്ടത് കഴിച്ചോ. നല്ല കേട്ടോ, നല്ല ഫ്ലേവർഫുള്ളാണ്. ഇതെന്തല്ല കഴിക്കുന്നേ? ഇഷ്ടമായാ? ആണോ? അപ്പം അത് കഴിച്ചോ. പാസ്ത വേണ്ടേ? ഇഷ്ടമില്ലേ? സ്വതവേ പാസ്ത ഇഷ്ടമാണല്ലോ. നൂഡിൽസാ? ഓക്കെ. അപ്പോൾ നമ്മൾ ലോഞ്ചിന് ഫുഡൊക്കെ കഴിച്ചോട്ടോ. ബിരിയാണിയും പിന്നെ ഒരു ചിക്കൻ്റെ ഇതാണ് എടുത്തത്. നട്ടുണ്ടായി. പാസ്ത എടുത്ത് പാസ്താക്കി ഇഷ്ടപ്പെട്ടിട്ടില്ല. നമുക്കിനി ചായ ഉണ്ടാക്കാം. അപ്പോൾ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ടീ ഫ്ലേവർ. ഇത് ജാസ്മിൻ ഗ്രീൻ ടീ പീച്ചാണ്. ഇത് ഗ്രീൻ ടീ മൊറോക്കൻ മിൽറ്റ്. നിങ്ങൾക്ക് ഏതാ വേണ്ടേ? ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഫ്ലേവർ മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ മിൽറ്റിൻ്റെ എടുക്കുന്നുണ്ട്. നമുക്ക് ചായ ഉണ്ടാക്കാം. ഇനി ഒരു അരമണിക്കൂർ ഗേറ്റ് ഓപ്പൺ ആയാലും ഒരു അരമണിക്കൂർ മുന്നേ പോകും കേട്ടോ. അതുവരെ ഇവിടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതിടും. ഇതിലിട്ടാൽ മതി കേട്ടോ. ഒന്നും മതിയാവില്ല കേട്ടോ, സ്വീറ്റ് കുറവായിരിക്കും. മിക്സ് ചെയ്തോ. ഇതിക്ക് ഒരു മിനിറ്റ് മിക്സ് ചെയ്തോ. ഇത് മിക്സ് ചെയ്യണേ. ഇപ്പം ദിദുവാണ് ചായ ഉണ്ടാക്കുന്നത്. ടീ ഓക്കെ ടേസ്റ്റ് ചെയ്യാം. ഇത് വന്നിട്ട് ജാസ്മിൻ ഗ്രീൻ ടീ കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. എങ്ങനെ നോക്കട്ടെ. കുറച്ചും കൂടി വെച്ച ഫ്ലേവർ നല്ല ഇറങ്ങും. പക്ഷെ എനിക്ക് അധികം കടുപ്പ് ഇഷ്ടമില്ല. ഷുഗർ കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് ഇടാം. അതുകൊണ്ട് കുറച്ചും കൂടി ഷുഗർ ആയാൽ ഇനിയും നല്ല രസമുണ്ടാവും. ഇതിൻ്റെ ടോയ്സ് എന്ന് വെച്ചാൽ ഇത് ഉദ്ദേശിക്കുന്ന ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ടോയ്സ് ആയിട്ട് ആക്കി വാങ്ങണ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഉദ്ദേശിച്ചത്. ഇത് നല്ലുണ്ട് കേട്ടോ. ആ ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കേക്ക്, ഹണി കേക്കാണിത്. നല്ലത്. അപ്പം ചായ കുടിക്കട്ടെ. എന്നിട്ട് ഞങ്ങൾ ഗേറ്റ് ഓപ്പൺ ആയാൽ അങ്ങോട്ട് പോകും. അതുവരെ ഇവിടെ കുട്ടികൾക്ക് പ്ലേ ഏരിയയിലുണ്ട് കേട്ടോ. അവിടെ കുറച്ച് സമയമാക്കാം. ഇത് ദിദുവിനടുത്തത് കേട്ടോ. ഷോറൂം ഇതും ഇയാളിതൊന്നും ഇരുന്നിട്ടില്ല. ചോറ് കൊടുക്കാൻ നോക്കാം. അതല്ല
അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അറിഞ്ഞ ഗേറ്റിലോട്ട് ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റിയോട് ചോദിച്ച സമയത്ത് അറിഞ്ഞു ഗേറ്റ് ഏകദേശം ക്ലോസ് ചെയ്യാനായി എന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ശരിക്കും ഓട്ടത്തിലും ചാട്ടത്തിലും വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒടുവിൽ എത്തിയിട്ടുണ്ട്. എത്തി നമ്മളിനു ലാസ്റ്റ് കേട്ടോ. പിന്നെ നമ്മൾ പോയ എയർലൈൻ വന്നിട്ട് വിസ് എയർ ആണ് കേട്ടോ. അപ്പം നമ്മൾ ദുബായ് ബേസ് ഏജൻസി ത്രൂ ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇത് ഫുൾ പാക്കേജ് ആയിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പം വിസ് എയർ പറയുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എയർലൈൻ ആണ്. കൂടുതൽ ട്രാവൽ ഏജൻസിയും ഈ വിസ് എയർലൈൻ ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഇത് കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. ഇപ്പം നോർമൽ ടിക്കറ്റും ഉണ്ട്, ഇതിൽ നമുക്ക് പ്രയോറിറ്റി ടിക്കറ്റും ഉണ്ട്. പ്രയോറിറ്റി ആകുമ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ കിട്ടും. പിന്നെ നമുക്കാകെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഈ ലഗേജ് തന്നെയാണ്. കാരണം നമുക്ക് പെർ പേഴ്സണിന് 10 kg ആണ് വരുന്നത്. അപ്പോൾ ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രോളി യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഷോൾഡർ ബാഗായിട്ട് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇതുകൊണ്ട് 10 kg ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരാൾ 2 ബാഗേജ് ക്യാരി ചെയ്യേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി കേട്ടോ. വേറെ എല്ലാം ഓക്കേനു. കുറച്ച് ആക്ടിവിറ്റി ബുക്കും അതുപോലെ ക്രയോൺസ് ബോറടിക്കാതെ അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് നോക്കാം. കുറച്ച് ചിലപ്പോൾ കിടന്നു സിനിമ കാണാം. exits are in the cabin in front and behind the wings أتركض ഇപ്പോൾ. 2 exits are in the rear ومخرجان في الخلف. അങ്ങനെ ഞങ്ങൾ ഫൈനലി ജോർജിയ എത്തി കേട്ടോ. വെൽക്കം ടു ജോർജിയ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയത് ഇവിടുത്തെ തണുപ്പ് 3 ഡിഗ്രിയാണ് കാണിക്കുന്നത് കേട്ടോ. 1.5 തണുപ്പേനു. തണുപ്പിലുപരി ഞങ്ങൾക്ക് തോന്നുന്ന കാറ്റാണ്. നമ്മൾ കാറ്റിങ്ങനെ ഫേസിലടിക്കുമ്പോഴാണ് കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഭയങ്കര ഒരു 1.5 ഫീൽ ചെയ്യണം കേട്ടോ. എന്തായാലും പോകുന്ന വഴി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. നമ്മളിവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. നമ്മളെത്തിയത് കുട്ടൈസി എയർപോർട്ടിലാണ് കേട്ടോ. ഏകദേശം 1 o'clock ആയിട്ടുണ്ട്. നമ്മളെ ഗൈഡ് റീച്ച് ആയിട്ടുണ്ട്. ഇനി നമ്മളെ സ്റ്റേ വന്നിട്ട് ടിബ്ലീസിലാണ്. അപ്പം നമ്മളിനി അങ്ങോട്ട് പോകണം. ഏകദേശം 4 hours ജേർണി ഉണ്ട്. പോകുന്ന വഴി 2 സ്റ്റോപ്പ് ഉണ്ട് എന്നാണ് പറഞ്ഞത്, ചായ കുടിക്കാനൊക്കെ. അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകുന്ന വഴി കാണാം കേട്ടോ. 4 hours ശേഷം നമ്മൾ ടിബ്ലീസി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ഒക്കെ ചെയ്തു. ഇപ്പോൾ ടൈം ഏകദേശം ഏർലി മോർണിംഗ് 6 ആയിട്ടുണ്ട്. ഇനി ഒരു 2 to 3 hours നമുക്ക് ഉറങ്ങണം. 12 ആകുമ്പോഴത്തേന് ഗൈഡ് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം 11 വരെയാണ്. അപ്പത്തിന് എണിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമുക്ക് റെഡി ആയി നിൽക്കുക. അതിന് ശേഷം നമുക്ക് ജോർജിയ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം അല്ലേ. പിന്നെ വരുന്ന വഴിയില്ലേ ഫുള്ള് റോഡ് സൈഡ് മൊത്തം സ്നോ ആയിരുന്നു. ഗൈഡാ പറഞ്ഞ 3 to 4 days മുന്നേ സ്നോഫാൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന്. ശരിക്കും പറഞ്ഞാൽ രാത്രിയെ കൊണ്ടാട്ടോ വീഡിയോ എടുക്കാൻ. അതുപോലെ നമുക്ക് ലാൻഡിങ് ടൈമിൽ മോർണിംഗ് ആണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. രാത്രിയെ കൊണ്ട് അതും കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെയാണ്. ഇനി നമ്മൾ പോയി കുറച്ച് നേരം കടന്നുറങ്ങട്ടെ. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത്തെ പോലെ ലൈക്ക് ചെയ്യാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.